നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോഡ് എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ സബ്ജക്റ്റീവ് തലത്തിലുള്ള മാറ്റങ്ങളെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെൽഫ് ഒബ്സർവേഷൻ. നമ്മൾ ഇപ്പോഴുള്ള മോഡേൺ എഡ്യൂക്കേഷനിൽ എപ്പോഴും എക്സ്റ്റേണൽ ഒബ്സർവേഷൻ ഉണ്ട്. ഓബ്ജക്റ്റീവായിട്ടുള്ള മെഷർമെൻറ്റ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഓബ്ജക്റ്റീവായിട്ടുള്ള ഈ തരത്തിലുള്ള ഒബ്സർവേഷൻസ് യഥാർത്ഥത്തിൽ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള തലമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. എത്രത്തോളം നമ്മൾ ഉയരുന്നു അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ കാരണം? നമ്മൾ ആ തരത്തിൽ മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്രമേണ ക്ലാസ്സുകളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഓബ്ജക്റ്റീവ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റീവ് തലത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ചിന്താഗതി കൂടുതൽ സങ്കുചിതമായിക്കൊണ്ടിരിക്കുകയാണ്, നാരോ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഇന്നസെൻസ് അത് ഈ തരത്തിലുള്ള സ്പെഷ്യലൈസേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ മറ്റുള്ളതിൽ തന്നെ മാറ്റി നിർത്തുന്നു. നമ്മുടെ ഹ്യൂമെയിൻനെസ്, നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം, ഇതെല്ലാമായിരുന്നു യഥാർത്ഥത്തിൽ അട്രാക്റ്റീവായിരുന്നത്. ഒരു കുട്ടി എല്ലാവരെയും ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഇന്നസെൻസ് കൊണ്ടാണ്, അല്ലാതെ സ്കില്ല് കൊണ്ടല്ല. ആ കുട്ടി എന്ത് ചെയ്താലും നമുക്ക് സന്തോഷമാണ്. അവിടെ സ്കിൽസൊന്നുമില്ല. കൈകാലിട്ടടിക്കുമ്പോൾ, കരയുമ്പോൾ, ചിരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഒരു 360 ഡിഗ്രി എക്സ്പ്രഷനാണ്. അവിടെ ഈഗോ എഫക്റ്റ് ചെയ്തിട്ടില്ല.
നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് ഇപ്പോൾ ക്ലാസ്സുകളിലും മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്. പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യണം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, സ്പെഷ്യലൈസേഷൻ, അവസാനം സ്പെഷ്യലൈസേഷനൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല, പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു മേഖല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റുള്ളതിനൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോൺസെൻട്രേഷൻ തീർച്ചയായിട്ടും പ്രവൃത്തിയെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന ജോലിയെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ടോട്ടലായിട്ടുള്ള വികസനത്തിനെ സഹായിക്കുന്നില്ല. ഒരു ശാസ്ത്രജ്ഞന് ഒരു ഡോക്ടർ ബുദ്ധിമുട്ട് ചിലപ്പോൾ അറിഞ്ഞു വരില്ല. ഒരു ഡോക്ടർക്ക് ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ട് അറിയാതെയായി പോകുന്നു. വീട്ടിൽ തന്നെ ഗൃഹനാഥന് ഭാര്യയുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല, തിരിച്ചും മനസ്സിലാവുന്നില്ല. കുട്ടികൾക്ക് അച്ഛൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവാതെയാവുന്നു, അച്ഛന് കുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവാതെയാവുന്നു. കാരണം അവയർനെസ് കുറഞ്ഞു. നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു നിഷ്കളങ്കത നാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ബ്രഹ്മചര്യത്തിലായിരുന്നു. ഇത് വലിയൊരു സത്യമാണ് യഥാർത്ഥത്തിൽ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതല്ല, ബ്രഹ്മത്തിലേക്ക് ചരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ പ്യൂരിറ്റീനെ, ആ പൂർണ്ണതയെ, അതിനെ ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ ആ ട്രെയിനിങ്ങിൽ നടക്കുന്നത്. നമുക്ക് എന്തായാലും ലോകത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കില്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അവയർനെസ്സോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, പഞ്ചായത്തിൽ പ്രവർത്തിക്കുമ്പോൾ, വീട്ടിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിസ്റ്റേക്സ് കുറഞ്ഞു വരുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ വികസനമൊക്കെ യൂണി ഡയറക്ഷനാകും. നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ വേറെ പല ഭാഗങ്ങൾ നേച്ചർ ലവേഴ്സിന് ഡിസ്റ്റർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ പാലങ്ങൾ പണിയുമ്പോൾ അവിടെ ജീവികളെ ഉപദ്രവിക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് നമ്മൾ സ്പേസ് ക്രാഫ്റ്റും റോക്കറ്റ്സൊക്കെ അയക്കുമ്പോൾ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു. നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ ഇത് എളുപ്പമാവും നമ്മൾ ആദ്യം തന്നെ കണക്റ്റഡ് ആവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ പൂർണ്ണതയെ, നമ്മൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണതയെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം. ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വലിയ കാര്യങ്ങളാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രഗത്ഭന്മാരായിട്ട് മാസ്റ്റേഴ്സിൻ്റെ ജീവിതം നോക്കിയാലേ വലിയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ മേഖലയിൽ അവർ പൂർണ്ണത കണ്ടു, അവർ സെൽഫ് ഹയസ്റ്റ് എക്സ്പ്രഷൻ അവർ കാണിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ക്രമേണ ഹയർ എക്സ്പ്രഷൻസിലേക്ക് നമുക്ക് നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം, ലൈഫ് ഒരു സീരീസാണ്, സീക്വൻസാണ്. നമ്മൾ അതുകൊണ്ടാണ് ജീവിതത്തെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ പറ്റിയിട്ടാണ്, നൈമിഷികമായൊരു ലോകമാണ്, ജീവിത ചക്രത്തെക്കുറിച്ചാണ്. നേരെ മറിച്ചിട്ട് ലൈഫിൻ്റെ കണ്ടിന്യൂറ്റിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ ഹൃദയപൂർവ്വമായിട്ട് നമ്മൾ ഏത് മേഖലയിലാണോ അവിടെ ആരെയും ഹേർട്ട് ചെയ്യാതെ, അതുമാത്രമല്ല എല്ലാവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക. അതാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ എക്സ്പ്രഷനുള്ള കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള എൻവയൺമെൻറ്റ് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് നേച്ചർ തരുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മൾ നോക്കിയാലറിയാം, ഒരു കല്ലിന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഒരു മരത്തിന് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അത്രയും എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്ന് നമുക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പോകുന്നതിനല്ല തെറ്റുള്ളത്, പക്ഷേ നമ്മുടെ ഹ്യൂമൈൻനെസ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈൻ എക്സ്പ്രഷനെയും
ഒരിക്കലും അത് തടസ്സപ്പെടുത്തരുത്. അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ തക്കോണം ആയിരിക്കണം നമ്മുടെ ഈ ജീവിതയാത്ര. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കൂടുതൽ. എല്ലാവരെയും വീണ്ടും ഹാർട്ട് പ്ലസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.